ഇറാൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ ഒരെണ്ണം ശ്രീലങ്കൻ തീരത്ത് തകർത്തിരുന്നു. തുടർന്നാണ് മറ്റൊരു കപ്പൽ ഇന്ത്യയിൽ അഭയം തേടിയത്. കൊച്ചിയിലേക്ക് അമേരിക്കയുടെ ടോർപിഡോകൾക്ക് സ്ഥാനമില്ല എന്നും എത്തില്ല എന്നും ഇന്ത്യയുടെ ഉറപ്പിന്റെ കരുത്തിലാണ് ഇപ്പോൾ ഇറാൻ കപ്പൽ കൊച്ചിയിൽ വിശ്രമിക്കുന്നതെന്നും റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്നും അമേരിക്കയ്ക്കൊപ്പം എന്നുമുള്ള മുറവിളികൾക്കിടെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ഇറാന്റെ അതിദയനീയമായ അവസ്ഥയാണ് ഈ വിവരങ്ങൾ കാണിക്കുന്നത്. സ്വന്തം യുദ്ധക്കപ്പൽ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനാകില്ലെന്ന് മാത്രമല്ല, പുറത്തിറക്കാൻ പോലും ആകാത്ത അവസ്ഥ. പുറത്തു കണ്ടാൽ അമേരിക്കയും ഇസ്രയേലും കപ്പലുകൾ കത്തിക്കും, മുക്കിക്കളയും. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടുകയാണ് ഇറാനിയൻ യുദ്ധക്കപ്പൽ. ഇന്ത്യ ആകട്ടെ അപകടഘട്ടത്തിൽ മരണവെപ്രാളത്തിലെത്തിയ ഇറാനിയൻ കപ്പലിന് ഡോക്ക് ചെയ്യാൻ കൊച്ചി തീരം നൽകിയിരിക്കുന്നു. ഇറാനിയൻ കപ്പലിന് ഇന്ത്യയുടെ കരുത്തിന്റെ ബലത്തിൽ തീരത്ത് സുരക്ഷിതമായി കഴിയും. അങ്ങനെയെങ്കിലും ഇന്ത്യ ഇടപെട്ട ഒരു പടക്കപ്പലെങ്കിലും ഇറാനെ രക്ഷിക്കാനാകട്ടെ, അതിലെ 100ഓളം വരുന്ന ഇറാൻ പട്ടാളക്കാരെ രക്ഷിക്കാനാകട്ടെ. അത്രയ്ക്ക് ഗതികെട്ട പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇറാനുള്ളത്. വിമാനം പൊക്കിയാൽ കത്തിച്ചു കളയും, കടലിൽ കപ്പലിറക്കിയാൽ മുക്കിക്കളയും. ആകെ ഉള്ളത് ഡ്രോണും മിസൈലും വെച്ചുള്ള യുദ്ധം മാത്രം. ഇറാൻ വലിയ യുദ്ധമാണ് നടത്തുന്നത് എന്ന് വീമ്പിളക്കുന്നവർക്ക് കൂടി മറുപടിയാണ് കൊച്ചിയിൽ ഇറാന്റെ കപ്പൽ ജീവനും കൊണ്ട് ഓടിപ്പാഞ്ഞെത്തിയതും ഇന്ത്യ അഭയം നൽകിയതും. ഇറാൻ കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയപ്പോൾ മലയാളികളിൽ ആശങ്കയുണ്ടാകാം. അമേരിക്കയുടെയും ഇറാന്റെയും കൈയും മിസൈലുകളും കൊച്ചിയിൽ എത്തുമോ? എത്തില്ല എന്ന് തന്നെ ഉത്തരം. ശ്രീലങ്കയുടെ തീരത്തുണ്ടായിരുന്ന ഇറാനിയൻ കപ്പൽ തകർത്തതുപോലെ ഇന്ത്യൻ തീരത്ത് അഭയം നൽകിയ കപ്പലിൽ തൊടില്ല. അമേരിക്കയും ഇസ്രയേലും ഇന്ത്യയോട് ശ്രീലങ്കൻ തീരത്ത് ചെയ്ത കളി കൊച്ചി തീരത്ത് കാണിക്കില്ല. ഇപ്പോൾ ലോകത്താകട്ടെ ഇറാൻ ആകെ വിശ്വാസമുള്ള രാജ്യം കൂടി ഇന്ത്യ ആവുകയാണ്. ഒരു ഇസ്ലാമിക രാജ്യത്തെയും ഇറാൻ വിശ്വാസമില്ല. പാകിസ്ഥാനും തുർക്കിയും ഒന്നും വിശ്വാസമില്ല. ഈജിപ്തിന് വിശ്വാസമില്ല. കാരണം അവിടെ ഒന്നും ഇറാൻ സുരക്ഷിതമല്ല. ഇന്ത്യയിൽ ഇറാൻ കപ്പൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിന്റെ നയതന്ത്രവും ഇത് തന്നെ. ശ്രീലങ്കൻ തീരത്തൊരു US അന്തർവാഹിനി ഇറാനിയൻ യുദ്ധക്കപ്പൽ ആക്രമിച്ചതിനെ തുടർന്ന് തിരച്ചിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി ഇന്ത്യ അറിയിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം കൊച്ചിയിൽ മറ്റൊരു ഇറാനിയൻ കപ്പലിന് ഇന്ത്യ അനുമതി നൽകിയതായി സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. മിലാൻ ബഹുരാഷ്ട്ര നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇന്ത്യയിൽ അഭയം തേടിയത്. കപ്പൽ ഇറാനിലേക്ക് പോയാൽ അവിടെ എത്തില്ല എന്നുറപ്പ്. വഴിയിൽ കപ്പൽ അമേരിക്ക മുക്കും. 100ലേറെ ഇറാൻ പട്ടാളക്കാരും മുക്കപ്പെടും. മാർച്ച് 4 ബുധനാഴ്ച രാവിലെ തെക്കൻ ശ്രീലങ്കയിലെ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ഒരു US അന്തർവാഹിനി മൗച്ച് ക്ലാസ് ഫ്രിഗേറ്ററായ ഐറിസ് ഡെന എന്ന കപ്പലിനെ ടോർപീഡോ ഉപയോഗിച്ച് തകർത്തത്. ആക്രമണത്തിന്റെ ഫലമായി കപ്പൽ മുങ്ങി. 87 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ശ്രീലങ്ക അറിയിച്ചു. അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കപ്പലായ ഐറിസ് ലവാനും ഈ മേഖലയിലുണ്ടെന്ന് വെള്ളിയാഴ്ച വൃത്തങ്ങൾ പറഞ്ഞു. അതിനും ഇന്ത്യൻ സംരക്ഷണം ചോദിച്ചു എന്നും അറിയുന്നു. ഇറാന്റെ അപേക്ഷ ഇന്ത്യൻ സർക്കാർ മാർച്ച് 1 അംഗീകരിച്ചു. തുടർന്നാണ് കൊച്ചിയിൽ നങ്കൂരമിട്ടത്. ഐറിസ് ലെവലിലെ 183 ജീവനക്കാരും നിലവിൽ പ്രദേശത്തെ നാവിക കേന്ദ്രങ്ങളിലാണ് താമസിക്കുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. അതായത് ഇറാൻ പട്ടാളക്കാരായ 183 പേരും ഇപ്പോൾ ഇന്ത്യൻ നാവിക സേന കേന്ദ്രത്തിൽ താമസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.